ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ മകനാണ് സെൽവരാജ്. കയ്യൂർ സമരസേനാനി അല്ലേ? കയ്യൂർ സമരസേനാനി സഖാവ് ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ ഇളയ മകൻ എന്നുള്ളതായിരുന്നു സെൽവരാജ് കയ്യൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ പ്രഭാഷണത്തിൽ സംസാരിച്ച് തുടങ്ങിയത്, ആ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഇതൊരു മാർച്ചാണ്, മാർച്ച് മാസമാണ്. 83 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മാർച്ച് മാസത്തെക്കുറിച്ച് പറയാതെ സെൽവരാജിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 1943 ഒരു മാർച്ച് മാസത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1943 മാർച്ച് 29 കയ്യൂർ സമരസേനാനികളായ 4 ചെറുപ്പക്കാരെ, മടത്തിലപ്പു, അബൂബക്കർ, ചിരുകണ്ഠൻ തുടങ്ങി 4 സമര വീര്യരായ ചെറുപ്പക്കാരെ തൂക്കിലേറ്റിയത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്തം പുരണ്ട ഏടുകളാണ് അത് എന്ന് പറയുന്നത്. കയ്യൂർ സമരസേനാനികളായ കുഞ്ഞമ്പു നായർ ഉൾപ്പെടെ ഈ 4 സമര നേതാക്കളെ തൂക്കിലേറ്റിയ ചരിത്രം. അക്കൂട്ടത്തിൽ തൂക്കിലേറ്റപ്പെടേണ്ടതായിരുന്നു ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. പക്ഷേ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ രക്ഷപ്പെട്ടു, തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് ആ സമയം പ്രായപൂർത്തിയായിരുന്നില്ല. പ്രായപൂർത്തിയാവാത്തതിന്റെ പേരിൽ കൊലക്കയറിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് മാറ്റപ്പെട്ട ചൂരിക്കാടൻ കൃഷ്ണൻ നായർ കാസർഗോഡിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ സമര പോരാട്ടത്തിന്റെ മറ്റൊരു പേരാണ് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ആ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ ഇളയ മകനായിരുന്നു സെൽവരാജ് കയ്യൂർ. കൃഷ്ണൻ നായരുടെ മൂത്ത മകൻ വിദ്യാധരൻ, അത് കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ, ഏഷ്യാനെറ്റിന്റെ ലേഖകനും വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു സുരേന്ദ്രൻ. വിദ്യേട്ടനായിരുന്നു നീലേശ്വരത്തും കാഞ്ഞങ്ങാടും ഒക്കെ രാഗം സ്റ്റുഡിയോ. ഒരുപക്ഷെ ഈ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ രാഗം സ്റ്റുഡിയോ, അവരുടെ അദ്ദേഹത്തിന്റെ മക്കൾ തുടങ്ങിയ സ്റ്റുഡിയോ ആയിരുന്നു രാഗം സ്റ്റുഡിയോ. ഇപ്പോഴും ഉണ്ട് രാഗം സ്റ്റുഡിയോ. പീതാംബരനാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു മകനായ അദ്ദേഹത്തിന്റെ ഇളയ മകനായ സെൽവരാജ്. അങ്ങനെയാണ് സെൽവരാജ് കേരളകൗമുദിയിൽ എത്തിപ്പെടുന്നത്. കേരളകൗമുദിയുടെ ഒരു ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ചരിത്രം പറയാതെ വയ്യ കേട്ടോ. കാരണം ഞാൻ ഏതാണ്ട് 83 കാലത്ത് കേരളകൗമുദിയിൽ എത്തുമ്പോൾ, കോഴിക്കോട് കേരളകൗമുദിയിൽ എത്തുമ്പോൾ, അന്ന് കോഴിക്കോട് കേരളകൗമുദിയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് പി മുസ്തഫയായിരുന്നു. പി മുസ്തഫയെ ഒരുപക്ഷെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നത്. പക്ഷെ പി മുസ്തഫ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ പി മുസ്തഫ ഒരു പ്രസ് ഫോട്ടോഗ്രാഫറായി അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കേരളകൗമുദിയിലായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായ ഫോട്ടോഗ്രാഫർമാരുടെ